ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം എല്ലാ വനിതകൾക്കും പ്രത്യേകമായി വനിതാ ദിനത്തിൻ്റെയും ആശംസകൾ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിഭക്ത തൃശ്ശൂർ രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സംയുക്ത യോഗം ഇതേ മീറ്റിങ്ങിൽ തന്നെ നടന്നിരുന്നു, ഇതേ ഹാളിൽ തന്നെ നടന്നിരുന്നു. ജൂബിലി വർഷത്തിൽ വീണ്ടും ഇങ്ങനെ അവിഭക്ത തൃശ്ശൂർ രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ യോഗം ഇവിടെ നടക്കുന്നതിൽ പ്രവിശ്യ അധിപൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സന്തോഷവും അഭിമാനവും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതിലുള്ള പ്രത്യാശയും ഞാനിപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്ന് രണ്ടാം വത്തിക്കാൻ സൂര്യദോസിൽ പങ്കെടുത്ത ചുരുക്കം മെത്രാന്മാരിൽ ഒരാളായിരുന്നു ജോർജ് ആലപ്പാട്ട് പിതാവ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നൽകിയ ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ 1965 തീർന്നപ്പോൾ തിരിച്ച് ഇവിടെ തൃശ്ശൂരിൽ എത്തിയപ്പോൾ 1967 തന്നെ അഭിമന്യ ആലപ്പാട്ട് പിതാവ് സൂചിപ്പിച്ചതുപോലെ നമുക്കും വേണം പാസ്റ്റർ കൗൺസിൽ. അങ്ങനെ രൂപഭാവന നൽകുകയും 1968 ആരംഭം കുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാസ്റ്റർ കൗൺസിലിന്റെ ഉത്ഭവം 67 ദർശനവും 1968 അത് ആരംഭിക്കുകയും ചെയ്തതാണ്. ഈ ചിന്ത അതിൻ്റെ വളർച്ചയിലെത്തിയ ദർശനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് 2024 ഒക്ടോബർ മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച 1921 മുതൽ 24 വരെ, അതിന് 2023-24 ഒക്ടോബർ ഓരോ മാസം മുഴുവൻ നടത്തിയ മെത്രാന്മാരുടെ സിനഡിന്റെ ഫൈനൽ ഡോക്യുമെന്റ്. സിനഡാലിറ്റി, ഒരുമിച്ച് നടക്കുക, കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിതത്വം, കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ, മിഷൻ എന്നീ 3 വാക്കുകളോട് ആരംഭം കുറിച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് തുടക്കം കുറിച്ചൊരു വാക്കുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നിച്ച് നടക്കലാണ്. അപ്പസ്തോല ചൈതന്യത്തിലുള്ള ഒന്നിച്ച് നടക്കൽ. അങ്ങനെ വന്നപ്പോൾ ഈ 3 വാക്കുകളിൽ അവസാനം 2024 23-24 ഇവിടെയുള്ള പങ്കെടുത്ത ഏക വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് പറയുന്നത്. അവസാനമായപ്പോഴും അതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് മാറി. നമ്മൾ ഒരുമിച്ച് വേണം, കൂട്ടായ്മ ഉണ്ടാവണം. പക്ഷേ നമുക്ക് വേണ്ടത് ടാർഗറ്റ് മിഷനാണ്. അതിനാണ് നമ്മൾ പ്രതിബദ്ധതയോടെ പങ്കാളിത്തത്തിൽ വഹിക്കേണ്ടത്. അതെങ്ങനെയാണ്? ലിസണിങ്, ഷെയറിങ് ആൻഡ് ഡിസേണിങ്. നമ്മുടെ പാസ്റ്റർ കൗൺസിലിന്റെ എല്ലാ മീറ്റിങ്ങിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു, എല്ലാ മീറ്റിങ്ങിലും ക്രൈസ്തവര് ഒരു കോൺവെർസേഷൻ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കേൾക്കുക, ഡിസേണിങ്. 2023 ഒക്ടോബറിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുക. കത്തോലിക്ക സഭ ഇവിടെ കേൾക്കുന്നത് ഡെമോക്രസി അല്ല. ഇപ്പോൾ അങ്ങനെയുള്ള ചിന്താരീതികളും പ്രഖ്യാപനങ്ങളും ഇന്നലെ മിഞ്ഞാന്ന് തന്നെ എന്നോട് ചിലർ പറഞ്ഞത് ഓർക്കുക, ഇത് ഞങ്ങളാണ് തീരുമാനിക്കണേ ജനാധിപത്യം. അത് അച്ഛന്മാരായാലും എത്രമാരായാലും അത് ആത്മാരായാലും. അപ്പോൾ പറഞ്ഞു അതല്ല ഇവിടെ. എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഈ കൗൺസിൽ നോക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് ദ പ്രോട്ടഗോണിസ്റ്റ്. നമ്മുടെ തീരുമാനങ്ങൾ അപ്പസ്തോല പ്രവർത്തനം 15-28 നാം വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഡിസിഷൻ ദൈവത്തിന്റെ തീരുമാനമായിരിക്കണം, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഇതാണ് കത്തോലിക്കാ സഭയുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഈ സിനഡാത്മക ചിന്തയിൽ ഒന്നിച്ച് നടക്കലിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സിനഡുണ്ട്, അത് ജൂബിലി വർഷത്തിലാണ്. നമുക്ക് ശ്രീമതി ജോയ്സ് മേരിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈയ്യടിയോടെ തന്നെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ജൂബിലി വർഷത്തിലാണ്, സമുദായ ശാക്തീകരണ വർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ്, അതിന്റെ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലാണ്, ആഗോള വനിതാ ദിനത്തിലാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഈ മനോഭാവം, ഈ ആദ്യം തന്നെ ഉണ്ടായിരിക്കേണ്ടത് സിനഡാത്മകതയാണ്. ആ സിനഡാത്മകതയുടെ അവസാനത്തിൽ തീരുമാനത്തിൽ വന്നത്, നിങ്ങൾ അതിന്റെ ഫൈനൽ ഡോക്യുമെന്റ് 2024 ഒക്ടോബർ 30 പ്രസിദ്ധീകരിച്ച ഡോക്യുമെന്റില് ഒരു വാക്കുണ്ട്, നമ്മളായിരിക്കേണ്ടത്
എ സിനഡൽ മിഷണറി ചർച്ച്. ആ വാക്ക് മറക്കരുതെന്നേ പറയാം. സിനഡൽ മിഷണറി ചർച്ച്. ഒന്നിച്ചു നടക്കുന്ന മിഷണറി തീക്ഷ്ണതയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറണം. അവിടുത്തെ ചർച്ചകളെ കുറിച്ച് ഓർക്കുക. ഞാൻ ഇപ്പോൾ വത്തിക്കാൻ സൂര്യദോസിന്റെ വെളിച്ചത്തിലെ എല്ലാ രൂപതകളിലും ഇടവകകളിലും പാരിഷ് കൗൺസിൽ അല്ലെങ്കിൽ പ്രതിനിധി യോഗം, ഫിനാൻസ് കൗൺസിൽ കൈക്കാര്യമാരുടെ നേതൃത്വത്തിൽ ഫൈനാൻസ് കൈകാര്യം ചെയ്ത് എല്ലാ രൂപതകളിലും ഇതുപോലെ തന്നെ പാസ്റ്റർ കൗൺസിലും ഫിനാൻസ് കൗൺസിലും, പിന്നെ സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടി അവരുടെ സമിതികൾ CRI പോലുള്ള സമിതികൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ CVCI മീറ്റിങ്ങിൽ ഭാരതത്തിലെ 14 റീജിയനിലുള്ള എല്ലാ സെക്രട്ടറിമാരെയും പിന്നെ ഓഫീസ് സെക്രട്ടറിമാരെയും ഞങ്ങൾ ഒരുമിച്ച് കൂടി എങ്ങനെ ഭാരതത്തിൻ്റെ ക്രൈസ്തവ സഭ വെല്ലുവിളികൾ, അത് കേരളത്തിലെയും ഭാരതത്തിലും ആ മീറ്റിംഗ് കൂടി കഴിഞ്ഞു മിക്കവാറും എല്ലാം ഒരേ തരത്തിൽ തന്നെ വെല്ലുവിളികളാണ് അവരെ പറഞ്ഞത്. പക്ഷെ അതിലൊന്ന് പറഞ്ഞത്, ഇപ്പോഴും ചില രൂപതകളിൽ പാസ്റ്റർ കൗൺസിൽ, ചില ഇടവകളിൽ പാരിഷ് കൗൺസിൽ അല്ലെങ്കിൽ പ്രതിനിധി യോഗം ഒന്നും ശക്തമായിട്ടില്ല. അപ്പോൾ ഞാൻ സിനഡിലെ സിനഡിൽ ഇത് വലിയ ചർച്ചയായിരുന്നു, ഇത് ശക്തിപ്പെടുത്തണം. അപ്പോൾ ഞാൻ അവിടെ പരസ്യമായിട്ട് മാർപ്പാപ്പി ഇരിക്കുമ്പോൾ തന്നെ പരസ്യമായിട്ട് എനിക്ക് കിട്ടിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഞങ്ങൾ സീറോ മലബാർ കത്തോലിക്കർക്ക് ഇത് തരുന്നതല്ല ഞങ്ങൾക്ക്. അപ്പോൾ അതിങ്ങനെ ഒരു നോട്ടം, മാർപ്പാപ്പ ഒരു നോട്ടം എന്താണ് അപ്പോൾ പറഞ്ഞു, ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ പണ്ടുമുതലേ ഉണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രതിനിധി യോഗം അല്ലെങ്കിൽ യോഗം എന്നത് പിന്നീടാണ് അതിന് 2 ഭാഗം, പൊതുയോഗവും പ്രതിനിധി യോഗവും ഉണ്ടായത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പ്രായോഗികമാക്കിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ യോഗം എന്നത് അത് ഞങ്ങളുടെ പരമ്പരാഗതമായ സിസ്റ്റമാണ്, അത് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു കയ്യടിയൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് യോഗത്തിന് ശക്തമായിട്ട് പറഞ്ഞു, നിങ്ങളിത് പുതിയതായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് പുതിയതൊന്നുമല്ല, ഇപ്പം നിലനിൽക്കുന്നതാണ്, നമ്മുടെ സഭയിലും പണ്ട് നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇന്നലെ തൃശ്ശൂർ രൂപതയിൽ വനിതാ ശാക്തീകരണത്തിന് വനിതാ ദിനാഘോഷം നടന്നു. ഞാൻ അവിടെ ചോദിച്ചു, എത്ര കൈക്കാരത്തികൾ തൃശ്ശൂർ രൂപതയിലുണ്ട്? അപ്പോൾ കൈവദിക്കാൻ അവർക്ക് വിഷമമുള്ളവർക്ക് തന്നെ ചിലവർക്ക് നഷ്ടപ്പെടും. നമ്മുടെ വനിതാ ശാക്തീകരണത്തിൻ്റെ ദിവസമാണ്. സഭയിൽ ഒന്നിച്ച് നടക്കുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുപോകണം. ജൂബിലിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നടത്തുന്നത്. പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമുക്ക് വെല്ലുവിളികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമുദായ ശാക്തീകരണത്തെക്കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞപ്പോൾ ഇത് കേരളത്തിലത്തെ സീറോ മലബാർ സഭയുടെ ഒരു പ്രശ്നം മാത്രമായിട്ട് ചിന്തിക്കേണ്ട. ഇപ്പോൾ CBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ക്രൈസ്തവർ, കത്തോലിക്കർ മാത്രമല്ല ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ ഏവായി എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തൃശ്ശൂരിൽ പാലക്കാട് പറയുന്ന ഈ പ്രശ്നങ്ങൾ തന്നെ നാഷണൽ ലെവലിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഇവിടെ ചോദ്യാവലി ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യാവലി തന്നെ നമ്മുടെ ക്രൈസ്തവ സമുദായം എന്ന നിലയിൽ സീറോ മലബാർ സഭയെ വിശ്വാസം നേരിടുന്ന വെല്ലുവിളികളേവ. കഴിഞ്ഞ മെത്രാമാരുടെ സിനഡിൽ, സീറോ മലബാർ മെത്രാമാരുടെ സിനഡിൽ 2026 സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ അവിടുത്തെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ചർച്ചകളുണ്ടായി. ഒന്നാമത്തെ വെല്ലുവിളി, സമുദായ അവബോധമില്ലാത്ത സമുദായം എന്നത് നമ്മളാണ്. ഈ സമുദായം, നമ്മൾ വർഗീയത ഒരിക്കലും നമുക്ക് പാടില്ല. വർഗീയത ഇല്ലാത്തൊരു നമ്മളെന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ക്രിസ്മസിന് ഡിസംബർ 23 മോഡി CBCI സെൻട്രലിലേക്ക് വരികയും ചെയ്തു ക്രിസ്മസ് ആഘോഷത്തിന്. ഈ 2 സമയത്തും പ്രധാനമന്ത്രിക്ക് കുറേയേറെ കാര്യങ്ങൾ പറയേണ്ടി വന്ന് ഞാൻ പറയുണ്ടായി. ഒന്ന് പറഞ്ഞത്, ഇന്ന് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക്, രാഷ്ട്ര നിർമ്മിതിക്ക് ക്രൈസ്തവ സമുദായം നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് ഇന്ന് ആരും ഓർക്കുന്നില്ല, പറയുന്നില്ല, മറന്നുപോയി എന്ന്, ചരിത്രം മാറ്റിമറിക്കുന്ന എന്നൊരു ചിന്തയുണ്ടായത്. വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, ഹെൽത്ത് കെയർ, സാമൂഹ്യ ശുശ്രൂഷ സേവന രംഗത്ത്, സോഷ്യൽ അപ്ലിഫ്റ്റ് നമുക്ക് വെല്ലുവിളിച്ചുകൂടെ? നമുക്ക് അഭിമാന ബോധം ഉണ്ടായിക്കൂടെ? ഈ സമുദായമാണ് ഭാരതത്തില് ഇപ്പോഴും ഈ 1.5% വരുന്ന 2.5-2.5% വരുന്ന ക്രൈസ്തവരാണ് ഭാരതത്തിലെ 18% എലിമെന്ററി സ്കൂളുകൾ നടത്തുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ? ഇന്ന് ഏറ്റവും കൂടുതൽ
വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ സേവനം ചെയ്ത് ഈ ക്രൈസ്തവരാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ? പക്ഷെ പലപ്പോഴും വിസ്മരിക്കുന്നു. കേരളത്തിലും അതിന്റെ സ്ഥിതി. ആതുര ശുശ്രൂഷ രംഗത്ത് നമ്മൾ നടത്തുന്നതിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക സാമൂഹ്യ സേവന രംഗത്തും. അപ്പോൾ നമ്മുടെ വെല്ലുവിളികൾ ഏതാ? സമുദായ ബോധം നമുക്കില്ല. നമ്മളെല്ലാവരും ശുശ്രൂഷിക്കുന്നു, പക്ഷേ നമ്മുടെ ആളുകൾ. അതുകൊണ്ട് ഈ ഡൽഹിയിൽ സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ ഒരു തീരുമാനം എടുത്തു ഞങ്ങൾ. അത് നിങ്ങൾ അറിയിക്കുകയാണ്. CBCI ലെവലിൽ തന്നെ വത്തിക്കാനിൽ ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് പേരിൽ ഒരു ഡിക്കാസ്ട്രി, ഒരു കാര്യാലയമുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ കാർഡിനൽ ചേർണിയാണ്. ഞങ്ങൾ ആ ഗ്രൂപ്പിലാണ്. ഈ 24ത്തെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചാൽ ചിലപ്പോൾ വരാതെ പറഞ്ഞിട്ടുണ്ട്. ആ മാതൃകയിൽ എല്ലാ രൂപതകളിലും നമുക്ക് സമുദായ ശാക്തീകരണം, ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ്, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാകണം. അങ്ങനെ CBCI ഓഫീസ് ഫോർ ലേബറിൽ അതിൻ്റെ ഒരു വിഭാഗമായിട്ട് തന്നെ ഇന്ത്യയിലെ കത്തോലിക്കരുടെ ഉന്നമനത്തിന് വേണ്ടി, അത് വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാ രംഗങ്ങളിലുമുള്ള സമഗ്ര ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് അതിന് വേണ്ടിയിട്ടൊരു വിഭാഗം ഉണ്ടാകണം. അത് എല്ലാ രൂപതകളും ഉണ്ടാകണം. ഇന്നത്തെ നമ്മുടെ ചർച്ചകളിൽ എങ്ങനെ നമ്മൾ 4 രൂപതകളിലും 4 രൂപതകൾ ഒന്നിച്ചും എങ്ങനെ നമ്മുടെ സമുദായത്തിന്റെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കണം. അത് ജൂബിലിയുടെ ചൈതന്യത്തിൽ പ്രത്യാശയോടെ ആയിരിക്കണം. വനിതാ ദിനത്തിൽ വനിതാ ശാക്തീകരണം കൂടി ഉദ്ദേശം ലക്ഷ്യവെച്ചുകൊണ്ടായിരിക്കണം. ചോദ്യങ്ങളുണ്ട്. നമ്മുടെ വെല്ലുവിളികൾ ഏതാ? പോളിപിതാവ് ആദ്യത്തെ വെല്ലുവിളി കുടുംബത്തിലാണെന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഏറ്റവും 1961 കേരളത്തിലെ റിലീജിയസ് സർവേയും 2021 2011 2021 ഇപ്പൊ പിന്നെ അവയിലുള്ള റിലീജിയസ് സർവേ നോക്കിയാൽ അതിവേഗം അന്യം നിന്ന് പോകുന്ന സമുദായം ഏതാ? ഇന്ത്യയിൽ ഏറ്റവും വേഗം അന്യം നിന്ന് പോകുന്നത് പാർസി സമുദായം, രണ്ടാമത് സിറിയൻ കാത്തലിക്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിവേഗം അന്യം. പ്രധാന കാരണം ഞാൻ സൂചിപ്പിച്ചു, മക്കളില്ലാത്തതിനേക്കാൾ ഭയാനകമാണ് വിവാഹം നടത്താൻ പറ്റാത്ത. തൃശ്ശൂർ നോക്കി പേരൻസ് അവർ 10-15,000 പേര് പുരുഷന്മാർ പെണ്ണിനെ കിട്ടാതെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് പെൺകുട്ടികൾ പറയുന്ന വിവാഹം വേണ്ട എന്ന്. എല്ലാ യുവതികാക്കളും ടീനേജേഴ്സ് അടക്കം ഇന്ത്യക്ക് പുറത്തേക്ക് പോവുക. കാരണങ്ങൾ പലതാ. പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ത്യക്ക് പുറത്തുപോയി നമ്മുടെ യുവാക്കള് ജോലി കിട്ടാതെ കാറ്ററിങ്ങും മറ്റൊക്കെ ചെയ്തു. ചിലവർക്കൊക്കെങ്കിലും അത് ലഹരിയുടെ കെണിയിൽപ്പെട്ടു, അല്ലെങ്കിൽ ലഹരി അത് കൈകാര്യം ചെയ്യുന്നവരായതൊക്കെ തിരിച്ചു പോരുന്നു. ഇനി എന്ത് ചെയ്യണം? ഇന്ത്യക്ക് പുറത്തുപോയി എല്ലാ പൈസയും മുടക്കി പോയി തിരിച്ചു വരുന്നവരെ ഇവിടെ പുനരധിവസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമായിരിക്കും നമുക്ക്. ഈ ചർച്ചകളിൽ അതുകൂടി വേണം. മക്കളില്ലാത്ത മാത്രമല്ല, വലിയ കുടുംബങ്ങൾ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് വേണ്ടി വരും. ഈ മേരിമാത സെമിനാരിയിലെ ഫറോക്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കേരള സഭയ്ക്ക് പിന്നെ യാക്കോബായ സഭകൾക്കടക്കം ഒരുപാട് റിസർച്ച് നടത്തിയ കോശി കമ്മീഷൻ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനമാണ്. 4 ലക്ഷത്തിലധികം പരാതിയാണ് അവിടെ എത്തി. എവിടെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കടന്നു? ഇന്ന് ഈ സമുദായത്തിന്റെ വളർച്ചയിൽ സർവേ നടത്തി ചില ഇടവകളിൽ 25-30 പെർസെന്റേജ് ഉള്ളതില് സർക്കാർ ജോലി നോക്കിയപ്പോൾ 1%, 1.5%, 2% മാക്സിമം. എവിടെ പോയി നമ്മുടെ സമുദായത്തില്? ഡൽഹിയിൽ അന്വേഷിച്ചു. റിട്ടയർ ചെയ്യുന്ന കുറെ നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഡൽഹിയിലുണ്ട്. റിട്ടയർ ചെയ്യുന്നത് ചെറുപ്പക്കാരെ കാണാനില്ല. എന്ത് പറ്റി ഈ സമുദായത്തിൽ? നമ്മുടെ സമുദായത്തില് യുവാക്കള് തൃശ്ശൂര് ബിസിനസ്സുകാരാ. പക്ഷെ കോർപ്പറേറ്റുകളുടെ മുമ്പിൽ തൃശ്ശൂരത്തെ ബിസിനസ്സുകാരൊക്കെ ഏകദേശം പറ്റില്ല. ഈ ബിസിനസ്സുകാരെ മോഡലൈസ് ചെയ്യാൻ അവർ ഒരുമിച്ച് കൂട്ടാൻ ഇപ്പൊ തൃശ്ശൂർ തന്നെ എയ്ഡ് ഒരു ട്രസ്റ്റ് തുടങ്ങി, ചിന്തിച്ചു തുടങ്ങി, നാഷണൽ ലെവലിൽ തുടങ്ങി. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, കാഞ്ഞിരപ്പള്ളി രൂപതകൾ ഒരു ഹെക്മസ് എന്ന് പറഞ്ഞിട്ട് ഇത് രൂപീകരിച്ചു. നമുക്ക് നമ്മുടെ രൂപതകളിൽ സമുദായത്തെ ഉയർത്താൻ, ഒന്നിച്ചു നടത്താൻ നമുക്ക് എന്തുകൊണ്ട് ഒരു ഫിനിഷിംഗ് സ്കൂൾ ഉണ്ടായിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് മോട്ടിവേഷൻ കൊടുത്തുകൂടാ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൃശ്ശൂർ ഇവിടെ തന്നെ PSC കോച്ചിങ് തുടങ്ങി.
നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ 40 പേരെ തുടങ്ങിയിട്ട് 4 പേരെ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായുള്ളൂ. ഇവിടെ ഒരു ഫെസിലിറ്റേഷൻ തുടങ്ങി ഫാമിലി അപ്പോസ്റ്റലേറ്റ്. അത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് മുസ്ലിംസാണ്. നമ്മുടേത് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ സമുദായത്തിന് പറ്റിയത്? രാഷ്ട്രീയ രംഗം വരുന്ന ശാക്തീകരണത്തിന് ചോദിക്കുക, രാഷ്ട്രീയ രംഗത്ത് എന്തിയെ നമ്മുടെ ഈ ഗ്രാമസഭയിലേക്ക് പോകാത്ത? എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്ത് ആവശ്യം വേണമെങ്കിലും നമ്മുടെ ആൾക്കാർ വേണം? ഇത് മനസ്സിലാക്കുന്നവര് സെക്രട്ടേറിയറ്റിലുണ്ടാവണം, കളക്ടറേറ്റിലുണ്ടാവണം, പഞ്ചായത്ത് ഓഫീസിലുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ചരിത്രത്തെക്കൊന്നും മനസ്സിലാകാതെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് അവഗണിക്കപ്പെടുന്നു. നമ്മൾ ശാക്തീകരണം എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ ഈ സംയുക്ത പാസ്റ്ററൽ കൗൺസിൽ അത് നമ്മുടെ സാമുദായിക ബോധമുണ്ടാകാനും സാമുദായിക ശാക്തീകരണം ഉണ്ടാകാനും ഏറ്റവും വലിയ പ്രതിസന്ധി അത് വിശ്വാസ പ്രതിസന്ധിയാണ്. ഇന്നത്തെ യുവജനങ്ങൾ പള്ളി പോകുന്നില്ല. 2011 ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ വന്ന് എൻ്റെ അടുത്ത്, നിങ്ങളുടെ ടെസ്റ്റ് തൃശ്ശൂർ സക്സസ്ഫുൾ ആയി, എന്താണെന്ന് ചോദിച്ചു. ഞാനിത് പലർക്കും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ കുറച്ചുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല, കേട്ടോട്ടെ. അവിടെ നടന്നു, ടെസ്റ്റ് സക്സസ്ഫുൾ. എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു കോളേജിൽ കുറച്ച് പേര് കയറി വർഗീയ ചിന്തയിൽ 8 പേര് കയറി 4 വെച്ചു. അവസാനം വളരെ എല്ലാം ഇഷ്ടംപോലെ ഒരുപാട് പരിപാടികൾ നടന്നു. പിന്നെ അവസാനം 2 ഗ്രൂപ്പായി. അവസാനം 20 ഗ്രൂപ്പ് തമ്മിൽ തല്ലായി. അത് കഴിഞ്ഞ സഭ ആ കോളേജ് അടച്ചുകൊണ്ടി വന്നു. പിന്നീടാണ് 2012 നമ്മുടെ ആശുപത്രിയിലെ സമരത്തിലേക്ക് എത്തിയത്. അത് അന്വേഷിച്ച ഒരു IAS ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സമുദായത്തെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കത്തോലിക്ക ക്രിസ്ത്യാനികൾ ഈ സമുദായത്തെ വിഭജിച്ച് 2ആക്കി നശിപ്പിക്കുക. വിഭജിക്കാൻ എങ്ങനെ? ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആരാധനാക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇതിൽ കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് അത് 2 കൂട്ടരെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തല്ലിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കട്ടെ. നമ്മെ നശിപ്പിക്കാൻ, നമ്മുടെ ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് സമുദായ ബോധത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്ന, നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമുദായമാണ്. അങ്ങനെ തന്നെ തുടരുകയും വേണം. എങ്കിലും നമ്മുടെ സമുദായ അംഗങ്ങളെ, നമ്മുടെ മക്കളെ സ്വന്തം കാലിൽ നിർത്താനായിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഈ രൂപതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, നിങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്, നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി, ഒപ്പം രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല നേതാക്കന്മാരുണ്ടാകണം, നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണം, നല്ല ബിസിനസ്സുകാരുണ്ടാകണം, നല്ല വ്യവസായ സംരംഭകരുണ്ടാകണം. ഇത് ചിലരോട് ഞാൻ ചോദിച്ചു, എന്തേ കേരളത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത? ഇവിടെ വിജയിക്കില്ല, ഞങ്ങൾ അടുത്ത സ്റ്റേറ്റിൽ പോയപ്പോൾ വിജയിക്കുന്നു. ഇവിടെ വളരണം, നമ്മുടെ നാട് കേരളം വളരണം, നമ്മുടെ തൃശ്ശൂർ വളരണം, പാലക്കാട് വളരണം. നമുക്ക് ഒന്നിച്ചു നിൽക്കണം. കോയമ്പത്തൂർ, രാമനാഥപുരം വളരണം. അതിന് നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കണം. നമുക്ക് ദീർഘവീക്ഷണത്തോടെ, വനിതാ ശാക്തീകരണത്തോടെ, യുവജനങ്ങളെ വേണ്ട തരത്തിൽ ദിശാബോധത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പിതാവ് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇവിടെ വരുന്ന ശക്തികളെ കുറിച്ച്. ഇവിടെ തമിഴത്തെ ഇതിൽ ചിന്തിക്കുകയാണ്, നമുക്ക് ഈ ശക്തികൾ അടക്കം നമ്മെ തകർക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞാൻ ഇത്രയ്ക്ക് പ്രമുഖമായി പറഞ്ഞത്, ഇന്നത്തെ ചർച്ചകൾ ശക്തമായി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുമിച്ച് കൂടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടിയുണ്ട്. പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2025 നോമ്പുകാല സന്ദേശത്തിൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. ആ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ലെറ്റ് us journey together in hope. പ്രത്യാശയിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈ വാക്കുകളോടെ ഈ സംയുക്ത പാസ്റ്ററൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.